അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മാംഗോ ഡെസേർട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് മാംഗോ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് 2 പഴുത്ത മാങ്ങ വേണം. ഞാൻ നല്ല പഴുത്തിട്ടുള്ള 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ ഡെസേർട്ട് റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡെസേർട്ടിലേക്ക് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ 25 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് ഞാനൊരു 1/4 ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ചൈന ഗ്രാസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ചൈന ഗ്രാസ് എടുക്കരുത്. അപ്പോൾ ഭയങ്കര കട്ടിയായി പോവും. വളരെ കുറച്ച് എടുത്താൽ മതി നമ്മുടെ ഈ ഡെസേർട്ടിന്. അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള ചൈന ഗ്രാസ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് ഞാൻ 250 ml കപ്പിന് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് അലിയിച്ചെടുക്കാം. ആ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചൈന ഗ്രാസ് ഏകദേശം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് അതുകൂടെ നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കതിലേക്ക് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മധുരമൊന്നും വേണ്ട, കാരണം മാങ്ങ അത്യാവശ്യം മധുരമുള്ളതാണ്. ഇനി ഇത് അരച്ചെടുക്കാം. അങ്ങനെ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനിപ്പോൾ പകുതി മാത്രമാണ് ഈ ചൈന ഗ്രാസിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പകുതി നമ്മളിതിൽ ക്രീം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രീമിലേക്ക് ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായ ശേഷം വേണം മാങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷമാണ് ഈ മാങ്ങയുടെ മിക്സ് ഈ ചൈന ഗ്രാസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് അരച്ച് വെച്ച മാങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാങ്ങയുടെയും ചൈന ഗ്രാസിൻ്റെ ആ മിക്സ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡെസേർട്ടിൻ്റെ ഒരു ലെയർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അതുപോലെ പരന്ന പാത്രത്തിൽ ഒഴിച്ച് വെക്കാതെ ഒരു കപ്പിലിട്ട് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കില്ല. ഇനി നമുക്ക് ക്രീം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കാനായിട്ട് ഈ ഡ്രീം വിപ്പിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അതാകുമ്പോൾ പാല് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ആയ കാരണം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൗഡർ ആയ കാരണം. അപ്പോൾ ഞാൻ ആ 2 പാക്കറ്റ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ടിന്നിൽ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് വെച്ചാലും 1/2 ടിന്ന് തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അത് രണ്ടും കൂടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ പൗഡർ ആയ കാരണം ഇതിൽ പാലും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഞാൻ 125 ml കപ്പിന് 1 കപ്പ് നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം ഇതുപോലൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മളൊരു 2 മിനിറ്റ് ലോ സ്പീഡിലിട്ടിട്ട് ഫസ്റ്റത്തുള്ള ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 4 മിനിറ്റ് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുത്താൽ ക്രീം റെഡിയാവും. അങ്ങനെ നമ്മുടെ ക്രീം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീമിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാങ്ങയുടെ ബാക്കിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 250 ml കപ്പിന് 1 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ
250 ml കപ്പിന് 1 കപ്പ് തന്നെയാണ് ചൈന ഗ്രാസിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി 1 കപ്പാണ് നമ്മുടെ ക്രീമിലേക്ക് ഒഴിച്ചിട്ടുള്ളത്, മാങ്ങയുടെ മിക്സ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തതിൽ 1 മാങ്ങ ബാക്കിയുണ്ടല്ലോ, അത് നമ്മൾ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മാങ്ങയ്ക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലൊരു കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റിൽ ഈ ഡെസേർട്ടിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഈ ക്രീമിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ ഡെസേർട്ടിൻ്റെ 2 ലെയറും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രീമിൻ്റെ ലെയറും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ജെല്ലി പോലെ ഉണ്ടാക്കിയിട്ടുള്ള ചൈന ഗ്രാസും മാങ്ങയും കൂടെ അരച്ച് വെച്ച മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ചൈന ഗ്രാസിൻ്റെ മിക്സ് ചൂടാറിയിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഇത് ചൂടാറുന്നതിനനുസരിച്ച് നമ്മളിതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ ഇനി നമുക്ക് മാംഗോ ഡെസേർട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ കപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല, പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതെടുത്തെന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ ലെയറായിട്ടുള്ള നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച മാംഗോൻ്റെ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ 4 കപ്പിലും നമ്മൾ ഈ ചൈന ഗ്രാസിൻ്റെ മാംഗോൻ്റെ മിക്സ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ചൈന ഗ്രാസ് വളരെ കുറച്ചെടുത്താൽ മതി, ഒരുപാട് എടുക്കരുത്. കുറച്ചെടുത്താൽ മതി. അപ്പോഴാണ് മാംഗോ ജെല്ലി പോലെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പോൾ അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചൈന ഗ്രാസ് വളരെ കുറച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പുറത്ത് വെച്ചാലും സെറ്റായി കിട്ടും, എന്നാലും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്. അങ്ങനെ ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നമ്മളിതൊന്ന് സെറ്റായെന്നറിയാൻ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാംഗോൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം സ്പൂൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ 2 ലെയറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതും ഒരു 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിത് വീണ്ടും 2 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചൈന ഗ്രാസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ മൊത്തത്തിൽ ചൈന ഗ്രാസിൻ്റെ മാംഗോൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിന് ലെയർ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഞാനൊരു കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ആ ചൈന ഗ്രാസ് ഒന്ന് സെറ്റ് ചെയ്യുക ഒരു 2 മിനിറ്റ് വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം. ഡെസേർട്ട് ലെയർ ചെയ്യുന്നത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ 4 ലെയറൊക്കെ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, 2 ലെയറായിട്ട് ചെയ്താലും മതി. ബാക്കിയുള്ള നമ്മുടെ മാംഗോൻ്റെ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാംഗോൻ്റെ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഈ കട്ട നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അത് നന്നായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് അതങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. അത് നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് ഞാൻ ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസിൻ്റെ മാംഗോൻ്റെ മിക്സ് കട്ടിയായി പോയാൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി മധുരം കുറവ് വന്നാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാത്തിലും ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ ഇതിതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ കുറച്ചുകൂടെ ക്രീമും ആ ചൈന ഗ്രാസിൻ്റെ മിക്സും ഉണ്ട്.
അപ്പോൾ ഞാനത് ഇതുപോലെ ഒരു ബൗളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് മാങ്ങയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് ആ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംഗോ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് ആ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, സെറ്റായ ശേഷം എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ മാംഗോ ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.